പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +1 ഫിസിക്സിലെ 7ാമത്തെ ചാപ്റ്റർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. 7ാമത്തെ ചാപ്റ്റർ സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. അതിലെ ഫോക്കസ് ഏരിയ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ക്രീനിൽ നോക്കൂ. ആംഗുലർ വെലോസിറ്റി and its relation with linear velocity, torque and angular momentum, moment of inertia, and the last one is theorems of perpendicular and parallel axes. ഇത്രയും ആണ് ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ പോയിന്റ്സ്. നമുക്ക് ചാപ്റ്ററിലേക്ക് പ്രവേശിക്കാം. Angular velocity and its relation with linear velocity. Linear velocity, it is a time rate of change of linear displacement. Motion in a straight line എന്ന ചാപ്റ്ററിൽ നമ്മൾ ഈ ക്വാണ്ടിറ്റി പഠിച്ചതാണ്. v equal to dx by dt. Angular velocity, omega, it is a rate of change of or it is a time rate of change of angular displacement. Omega എന്നുള്ളതിൻ്റെ ഇക്വേഷൻ omega equal to d theta by dt. Relation between linear velocity and angular velocity, v equal to omega cross r. അതാണ് ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. മീൻസ് v equal to r omega sin theta. Its maximum value will be v equal to r omega, where r is the position vector of particle with respect to its origin or with respect to the origin. Linear velocityയും angular velocityയും തമ്മിലുള്ള റിലേഷൻ കിട്ടി. v equal to omega cross r. There are two types of motion. One is translational motion, other one rotational motion. In translational motion, all particles in a body having same linear velocity at any instant of time. In the case of rotational motion, all parts of the body having same angular velocity at any instant of time. So, രണ്ട് തരം മോഷൻ, translational motion and rotational motion. Translational motion means straight line motion. അതിൽ എല്ലാ വസ്തുക്കൾക്കും സെയിം ലീനിയർ വെലോസിറ്റി ഉണ്ടായിരിക്കും. റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുമ്പോൾ ആ ഒബ്ജക്റ്റിലെ എല്ലാ പാർട്ടിക്കിൾസിനും സെയിം ആംഗുലർ വെലോസിറ്റി ഉണ്ടായിരിക്കും. അടുത്ത ക്വാണ്ടിറ്റി ആംഗുലർ ആക്സിലറേഷൻ, ആൽഫ. നമുക്കറിയാം ലീനിയർ ആക്സിലറേഷൻ എ ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. അതേപോലെ ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി. ആക്സിലറേഷൻ ഈസ് ഡി വി ബൈ ഡി ടി, വെരി സിമിലർ ടു ദാറ്റ് ആൽഫ ഈസ് ഡി ഒമേഗ ബൈ ഡി ടി. ലീനിയർ ആക്സിലറേഷൻ എ ഈക്വൽ ടു ഡി വി ബൈ ഡി ടി, angular acceleration alpha equal to d omega by dt. It is analogous to linear acceleration a in translational motion. Angular velocity omega എന്നുള്ളതിൻ്റെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ്. ഒമേഗ ഈസ് d theta divided by dt. d തീറ്റയുടെ യൂണിറ്റ് റേഡിയൻ, dt ൻ്റെ യൂണിറ്റ് സെക്കൻഡ്. സോ ഒമേഗേൻ്റെ യൂണിറ്റ് വരിക റേഡിയൻ പെർ സെക്കൻഡ്. ഒമേഗേൻ്റെ ഡയമെൻഷൻ വരിക t⁻⁻1. തീറ്റ എന്നുള്ളതിന് ഡയമെൻഷൻ ഇല്ല, ടി എന്നുള്ളതിന് ഡയമെൻഷൻ ഉണ്ട്. സോ 1/t ഓർ t⁻⁻1. അപ്പോൾ ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും ആംഗുലർ ആക്സിലറേഷൻ്റെ യൂണിറ്റ്? ആംഗുലർ ആക്സിലറേഷൻ ഈസ് d omega by dt. ഡി ഒമേഗയുടെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് ബൈ ടൈം, ദാറ്റ് മീൻസ് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ആൽഫയുടെ ഡയമെൻഷൻ t⁻². ആംഗുലർ വെലോസിറ്റിയും ആംഗുലർ ആക്സിലറേഷനും വെക്റ്ററുകളാണ്. രണ്ട് തരം വെക്റ്ററുകൾ, വൺ
polar vector, other one axial vector. Polar vector means the vector due to translational effect. Axial vector means the vector due to rotational effect. ആംഗുലർ വെലോസിറ്റിയും ആംഗുലർ ആക്സിലറേഷനും റൊട്ടേഷൻ്റെ കേസിലാണ് ഉണ്ടാകുന്നത്. അതിനാൽ ഒമേഗയും ആൽഫയും ആക്സിയൽ വെക്ടറുകളാണ്. അടുത്ത ടോപ്പിക് ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം. ടോർക്ക് ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ്. ടോർക്കിൻ്റെ ഇക്വേഷൻ നോക്കൂ. ടോ ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. ആർ ക്രോസ് എന്നൊരു ഇക്വേഷനിൽ വന്നാൽ അതിനെ ഡിഫൈൻ ചെയ്യാനുള്ള മെത്തേഡാണ് ഇറ്റ് ഈസ് എ മൊമെൻറ്റ് ഓഫ് സെക്കൻഡ് ക്വാണ്ടിറ്റി. സോ ടോ ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ടോർക്ക് ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ്. ടോർക്കിൻ്റെ യൂണിറ്റ് ആറിൻ്റെ യൂണിറ്റ് മീറ്റർ, ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. സ്വാഭാവികമായും ടോർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ഓർ ജൂൾ. ഇനി ടോർക്കിൻ്റെ ഡയമെൻഷൻ ആണെങ്കിൽ അത് വർക്കിൻ്റെ സെയിം ഡയമെൻഷൻ ആണ് വരിക. എം എൽ സ്ക്വയർ ടി റൈസ് ടു -2. സോ ഐഡൻറ്റിക്കൽ പെയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് വർക്ക് ആൻഡ് ടോർക്ക്. രണ്ടിനും സെയിം യൂണിറ്റ്, സെയിം ഡയമെൻഷൻ. ഇനി മാക്സിമം ടോർക്ക് കിട്ടണമെങ്കിൽ ടോ എന്ന് പറഞ്ഞതിൻ്റെ ഇക്വേഷൻ ആർ ക്രോസ് എഫ് അല്ലെങ്കിൽ ആർ എഫ് സൈൻ തീറ്റ. തീറ്റ 90 ഡിഗ്രി വരുമ്പോൾ മാക്സിമം ടോർക്ക് കിട്ടും. ടോ മാക്സ് ഈക്വൽ ടു ആർ എഫ്. ദെൻ ടോ മിനിമം തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി വന്നാൽ സൈൻ 0 ആണ്. അപ്പോൾ ടോ മിനിമം നമുക്ക് കിട്ടും 0. ടോർക്കിൻ്റെ ഏറ്റവും ഈസിയസ്റ്റ് എക്സാമ്പിൾ, ഒരു ഡോറിൻ്റെ ഹാൻഡിൽ പിടിപ്പിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഹാൻഡിൽ വെച്ചിട്ടുള്ളത് ഹിഞ്ചസിൽ നിന്നും മാക്സിമം ദൂരത്തിലായിരിക്കും. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആറ് കൂടിയാലും എഫ് കൂടിയാലും ടോർക്ക് കൂടും. ഫോഴ്സ് കുറച്ചുകൊണ്ട് റിക്വയർഡ് ടോർക്ക് കിട്ടാൻ ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് ആറ് ഇൻക്രീസ് ചെയ്താൽ മതി. സോ ഹിഞ്ചസിൽ നിന്നും മാക്സിമം ഡിസ്റ്റൻസിൽ ഹാൻഡിൽ പ്ലേസ് ചെയ്താൽ ചെറിയ ഫോഴ്സ് കൊടുത്താൽ തന്നെ ആവശ്യമുള്ള ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. റൊട്ടേറ്റ് ചെയ്യാനുള്ള ഫോഴ്സ് അല്ലെങ്കിൽ റൊട്ടേഷൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഫോഴ്സ്, അതിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് അനലോഗസ് ടു ഫോഴ്സ് ഇൻ ട്രാൻസ്ലേഷണൽ മോഷൻ. ഓക്കെ, റൊട്ടേറ്റിംഗ് ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോർക്ക്. Then angular momentum. Angular momentum is the moment of linear momentum. വളരെ സിമ്പിൾ ആണ്. ആർ ക്രോസ് വന്നാൽ നമ്മൾ പറയാ മൊമെൻറ്റ് ഓഫ്, ദെൻ സെക്കൻഡ് ക്വാണ്ടിറ്റി. ആംഗുലർ മൊമെൻറ്റം ഈസ് മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം. അതിൻ്റെ യൂണിറ്റ് എൽ ഈക്വൽ ടു ആർ ക്രോസ് പി. ആറിൻ്റെ യൂണിറ്റ് മീറ്റർ, മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. സോ ഇറ്റ്സ് യൂണിറ്റ് ഈസ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. It is analogous to the linear momentum in translational motion. ട്രാൻസ്ലേഷണൽ മോഷനിലെ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ അനലോഗസ് ക്വാണ്ടിറ്റിയാണ് ആംഗുലർ മൊമെൻറ്റം ഇൻ റൊട്ടേഷണൽ മോഷൻ. ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ ആ ഇക്വേഷനിൽ നിന്നോ യൂണിറ്റിൽ നിന്നോ ഈസി ആയിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. സോ കിലോഗ്രാം എം മീറ്റർ സ്ക്വയർ എൽ സ്ക്വയർ by s means t raised to -1. m l square t raised to -1. അതാണ് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ. അടുത്ത ക്വാണ്ടിറ്റി റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം. We know that angular momentum L equal to R cross P and tau equal to R cross F. Then the rate of change of angular momentum dl by dt, that's equal to d by dt of R cross P. d by dt of A cross B ആണെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് പ്ലസ് ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ. സ്വാഭാവികമായും
dl by dt equal to r cross dp by dt plus dr by dt cross p. So dl by dt equal to r cross dp by dt plus v cross p. dp by dt എന്ന് പറഞ്ഞാൽ f ആണ്. then p എന്ന് പറഞ്ഞാൽ mv. സെയിം ലെറ്റർ രണ്ട് പ്രാവശ്യം വന്നാൽ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ റിസൾട്ട് 0 ആയിരിക്കും. എ ക്രോസ് എ 0 ആണ്, വി ക്രോസ് വി 0 ആണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് അതിന് ഒരു സെൻറ്റൻസ് നമുക്ക് പറയാം. അക്ഷരക്കൂട്ടം ഒന്നാകിൽ ബോക്സിലും ക്രോസിലും 0, ഡോട്ടിലോ സ്ക്വയറായിടും. അക്ഷരക്കൂട്ടം ഒന്നാകിൽ ഒരേ അക്ഷരം രണ്ട് പ്രാവശ്യം വന്നാൽ ബോക്സിലും ക്രോസിലും 0. ബോക്സ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡോട്ട് പ്രൊഡക്റ്റും ഒരു ക്രോസ് പ്രൊഡക്റ്റും വരുന്ന ക്വാണ്ടിറ്റിയാണ് ബോക്സ് പ്രൊഡക്റ്റ് എന്ന് പറയുക. സോ എ ഡോട്ട് ബി ക്രോസ് എ, അതിൻ്റെ ആൻസർ 0 ആയിരിക്കും ഒരേ അക്ഷരം രണ്ട് പ്രാവശ്യം വന്നാൽ. ഇവിടെ വി ക്രോസ് പി, വി ക്രോസ് എം വി, എം ഈസ് എ സ്കേലാർ, അതുകൊണ്ട് തന്നെ വി ക്രോസ് വിൻ്റെ റിസൾട്ട് 0 വരും. സോ സെക്കൻഡ് ക്വാണ്ടിറ്റി ബിക്കം 0. then dl by dt equal to r cross f. r cross fനെ നമ്മൾ വിളിക്കുന്ന പേര് ടോ എന്നാണ്. സോ dl by dt equal to tau. Time rate of change of angular momentum is equal to torque. Tau equal to dl by dt, very similar to f is equal to dp by dt. അടുത്ത ക്വാണ്ടിറ്റി torque and angular momentum of system of particles. L equal to L1 plus L2 plus L3 plus etc. Ln means sigma Li. So dl by dt equal to d by dt of sigma Li, that's equal to sigma dl by dt or dli by dt, that's equal to sigma tau I or the total torque. dl by dt equal to tau. dl by dt is external torque plus internal torque, but tau internal equal to 0, then dl by dt equal to tau external. അടുത്ത ക്വാണ്ടിറ്റി കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. കൺസർവേഷൻ മീൻസ് കോൺസ്റ്റൻറ്റ്. സോ ഇവിടെ വരിക ആംഗുലർ മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ് എന്നായിരിക്കും. ലോസ് ഓഫ് മോഷനിൽ ഓൾറെഡി പഠിച്ച ഒരു കാര്യം, എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. In the absence of external force, linear momentum of a system remains constant. ഇതേപോലെ ഇവിടെ വരുന്ന ക്വാണ്ടിറ്റി tau external equal to dl by dt. If tau external equal to 0, then dl by dt equal to 0 or L equal to a constant. That is, in the absence of external torque, angular momentum of a system remains constant. It is called law of conservation of angular momentum. Comparing with linear momentum, P equal to mv, angular momentum L equal to I omega. I എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി മൊമെൻറ്റം ഓഫ് ഇനേഷ്യ, I equal to mr square. സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ മാസ് എന്നുള്ള ക്വാണ്ടിറ്റീൻ്റെ അനലോഗസ് ക്വാണ്ടിറ്റിയാണ് മൊമെൻറ്റം ഓഫ് ഇനേഷ്യ. മൊമെൻറ്റം ഓഫ് ഇനേഷ്യ I equal to mass into distance square. Here L equal to a constant, that is I omega equal to a constant. എന്ന് പറഞ്ഞാൽ I1 omega 1 equal to I2 omega 2. I എന്ന് പറഞ്ഞാൽ mr സ്ക്വയർ ആണ്. സോ ആർ കൂടുന്തോറും ഐ കൂടും. ഐ ഒമേഗ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, സ്വാഭാവികമായിട്ടും ഐ കൂടിയാൽ ഒമേഗ കുറയും. ആറ് കുറഞ്ഞാൽ
എം ആർ സ്ക്വയർ എന്ന് പറയുന്ന ഐ കുറയും, കറസ്പോണ്ടിങ് ആയിട്ട് ഒമേഗ കൂടും. സ്ക്രീനിൽ നോക്കൂ, ഒരു വ്യക്തി രണ്ട് കൈയും വൈഡായിട്ട് പിടിക്കണ സമയത്ത് ആറ് കൂടുതലാണ്. ആറ് കൂടുമ്പോൾ ഐ കൂടും, കറസ്പോണ്ടിങ് ആയി ഒമേഗ കുറയും. സെക്കൻഡ് കേസിൽ അയാളുടെ കൈ രണ്ടും ശരീരത്തിനോട് അടുത്താണ് വെച്ചിട്ടുള്ളത്. സോ ആറ് കുറയും. ആറ് കുറയുമ്പോൾ ഐ കുറയും, കറസ്പോണ്ടിങ് ആയി ഒമേഗ കൂടും. ഐ കൂടിയാൽ ഒമേഗ കുറയും, ഐ കുറഞ്ഞാൽ ഒമേഗ കൂടും. ആറ് കൂടുന്തോറും എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞ് ഐ കൂടിക്കൂടി വരും. അപ്പോൾ ഒമേഗ കുറയും. ആറ് കുറയുമ്പോൾ ഐ കുറയും, കറസ്പോണ്ടിങ് ആയി ഒമേഗ കൂടും. So I1 omega 1 equal to I2 omega 2 or I omega equal to a constant. അടുത്ത ക്വാണ്ടിറ്റി moment of inertia. Moment of inertia of a particle is I equal to mr square. And for a rigid body I equal to sigma mi ri square. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ മോഷനിലെ മാസിൻ്റെ അല്ലെങ്കിൽ ഇനേഷ്യയുടെ അനലോഗസ് ആണ്. സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ എം എന്നുള്ള ക്വാണ്ടിറ്റിക്ക് പകരം റൊട്ടേഷനിൽ വരുന്ന ക്വാണ്ടിറ്റി ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് നമുക്ക് ഈസി ആയിട്ട് പറയാം, കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ദെൻ കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി. സ്ട്രെയിറ്റ് ലൈൻ മോഷനിലെ മാസിന് പകരം റൊട്ടേഷണൽ മോഷനിൽ ഐ വരും. സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ വി എന്നുള്ളതിന് പകരം റൊട്ടേഷണൽ മോഷനിൽ ഒമേഗ വരും. സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ പി എന്ന് പറഞ്ഞ മൊമെൻറ്റത്തിന് പകരം ആംഗുലർ മൊമെൻറ്റം എൽ എന്നുള്ള ക്വാണ്ടിറ്റി വരും. സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ ഫോഴ്സ് എന്നുള്ള ക്വാണ്ടിറ്റിക്ക് പകരം റൊട്ടേഷനിൽ ടോർക്ക് എന്നുള്ള ക്വാണ്ടിറ്റി വരും. സോ സ്ട്രെയിറ്റ് ലൈൻ മോഷനിലെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ. സ്വാഭാവികമായും കൈനറ്റിക് എനർജി ഇൻ ദ കേസ് ഓഫ് റൊട്ടേഷൻ ദാറ്റ് ഈസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഇനി അതെങ്ങനെ കിട്ടിയെന്ന് നോക്കാം. ഹാഫ് എം വി സ്ക്വയർ ബട്ട് വി ഈക്വൽ ടു ആർ ഒമേഗ. സോ ഇറ്റ് ബിക്കം എം ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ. നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചു എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞ ഐ ആണ്. സ്വാഭാവികമായും കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. അടുത്ത ക്വാണ്ടിറ്റി മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് റിജിഡ് ബോഡീസ്. കൺസിഡർ എ തിൻ റിംഗ് ഓഫ് റേഡിയസ് ആർ ആൻഡ് മാസ് എം റൊട്ടേറ്റിംഗ് ഇറ്റ്സ് ഓൺ പ്ലെയിൻ അറൌണ്ട് ഇറ്റ്സ് സെൻറ്റർ. Then I equal to m1 plus m2 plus m3 plus etc. mn into r square or I equal to mr square. Moment of inertiaയുടെ മറ്റൊരു ഇക്വേഷൻ ആണ് I equal to mk square where k is called radius of gyration. k എന്ന് പറഞ്ഞാൽ root I by m. Radius of gyration means ഒരു ഓബ്ജക്റ്റ് ഇറഗുലർ ഷേപ്പിലാണെങ്കിൽ ആ ഓബ്ജക്റ്റിൻ്റെ മൊത്തം മാസ് ഒരു പ്രത്യേക പോയിന്റിൽ വന്നാൽ ആക്സിസിൽ നിന്നും ഒരു സ്പെഷ്യൽ പോയിന്റിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ടോട്ടൽ മാസ് കോൺസെൻട്രേറ്റ് ചെയ്താൽ ആ ഓബ്ജക്റ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യക്ക് ഈക്വൽ ആയിരിക്കും ഈ പോയിന്റ് മാസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓർ സിംപ്ലി ഇറ്റ് ഈസ് എ ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ റിജിഡ് ബോഡി വിത്ത് റെസ്പെക്ട് ടു എ പെർട്ടിക്കുലർ ആക്സിസ്. അതാണ് ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ എന്നുള്ളതിന് പകരം ഐ ഈക്വൽ ടു എം കെ സ്ക്വയർ. മീൻസ് എഫക്റ്റീവ് ആറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കെ. A light rod of length L with a pair of masses rotating about an axis through the center of mass of the system and perpendicular to the rod, the total mass of the system is m. സ്ക്രീനിൽ നോക്കുക, അതിൻ്റെ ഫിഗർ നമുക്ക് കാണാം. രണ്ട് മാസുകൾ ഒരു റോഡിൻ്റെ എൻഡിൽ കണക്ട് ചെയ്ത് ആ സിസ്റ്റം റൊട്ടേറ്റ് ചെയ്യാണ്.
perpendicular to the rod. Then moment of inertia is m by 2 into L by 2 whole square plus m by 2 into L by 2 whole square. So m by 2 total mass is m. അപ്പോൾ ഒരു സൈഡിൻ്റെ മാസ് വരിക m by 2 into L by 2 whole square plus m by 2 into L by 2 whole square. We will get the answer ml square divided by 4. സ്ക്രീനിൽ നോക്കുക, കുറേ ഓബ്ജക്റ്റുകളുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കൊടുത്തിട്ടുണ്ട്. എ റിംഗ് ഓഫ് റേഡിയസ് r and mass m. നമ്മൾ നിർബന്ധമായും ഓർമ്മിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ആൻ ആക്സിസ് എന്നാണ് പറയേണ്ടത്. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്നുള്ള വാക്കിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ആൻ ആക്സിസ്. ട്രാൻസ്ലേഷണൽ മോഷനിൽ എവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യണോ എന്നുള്ളത് വലിയ പ്രാധാന്യം ഇല്ലെങ്കിൽ, റൊട്ടേഷണൽ മോഷനിൽ ഏത് ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് റൊട്ടേഷൻ എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഏത് ആക്സിസിനെ ബേസ് ചെയ്തെന്ന് കൃത്യമായി പറയണം. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ mr സ്ക്വയർ. In the case of a disk about an axis perpendicular to the plane and passing through the center, I equal to mr square by 2. Hollow cylinder, നമ്മളുടെ നോർമൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ സാധാരണ ബുദ്ധിയിൽ ചിന്തിച്ചാൽ, ഒരു റിങ്ങിൻ്റെ വണ്ണം കൂടി വന്നാൽ അതിനെ വിളിക്കണ പേരാണ് ഹോളോ സിലിണ്ടർ. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റിംഗ് എന്ന് പറഞ്ഞ സമയത്ത് ആ റിങ്ങിൻ്റെ തിക്നെസ്സിനെ പറ്റി നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ തിക്നെസ് കൂടിയാലും തിക്നെസ് കുറഞ്ഞാലും റിങ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നതായിരിക്കും ഹോളോ സിലിണ്ടറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. അതുപോലെ ഒരു ഡിസ്ക് അതിൻ്റെ തിക്നെസ് കൂടി വന്നാലും ആ ഓബ്ജക്റ്റ് ഡിസ്ക് തന്നെയാണ്. സ്വാഭാവികമായും സോളിഡ് സിലിണ്ടറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയ്ക്ക് ഈക്വൽ ആയിരിക്കും. സോളിഡ് സ്ഫിയറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ 2/5 mr സ്ക്വയർ ആണ്. ഹോളോ സ്ഫിയറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ 2/3 mr സ്ക്വയർ ആണ്. ദെൻ എ തിൻ റോഡ് ഓഫ് ലെങ്ത് which rotating about an axis perpendicular to the rod through the midpoint. Its moment of inertia is ml square by 12. Ring, disc, hollow cylinder, hollow sphere, solid sphere. ഇതിൽ ഏത് ക്വാണ്ടിറ്റിക്കാണ് ഏറ്റവും ചെറിയ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് ചോദിച്ചാൽ സോളിഡ് സ്ഫിയറിനാണ് ഏറ്റവും ചെറിയ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. Moment of inertia is rotational analogous of inertia or mass. ഒരു ഓബ്ജക്റ്റിന് മൂവ് ചെയ്യാനുള്ള മടി, അതിനെയാണ് നമ്മൾ ഇനേഷ്യ എന്ന് വിളിച്ചത്. അതേപോലെ ഒരു ഓബ്ജക്റ്റിൻ്റെ റൊട്ടേറ്റ് ചെയ്യാനുള്ള മടീനെയാണ് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയാം. ദ ഇനേഷ്യ ഫോർ റൊട്ടേഷൻ ഇറ്റ്സ് കോൾഡ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. സ്വാഭാവികമായും റിംഗ്, ഡിസ്ക്, സോളിഡ് സിലിണ്ടർ, ഹോളോ സിലിണ്ടർ, സോളിഡ് സ്ഫിയർ, ഹോളോ സ്ഫിയർ, ഇത്രയും ഓബ്ജക്റ്റിനെ ഒരു ഇൻക്ലൈൻ പ്ലെയിനിലൂടെ റോള് ചെയ്യാൻ അനുവദിച്ചാൽ ഏറ്റവും ആദ്യം താഴെത്തുന്ന ഓബ്ജക്റ്റ് ഏറ്റവും കുറവ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഉള്ള ഓബ്ജക്റ്റ് ആയിരിക്കും. മീൻസ് സോളിഡ് സ്ഫിയർ ആയിരിക്കും ഏറ്റവും ആദ്യം താഴെ എത്തുക. അടുത്ത ക്വാണ്ടിറ്റി തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സസ് or perpendicular axis theorem. Moment of inertia of a planar body or lamina about an axis perpendicular to its plane is equal to sum of its moment of inertia about two perpendicular axes concurrent with perpendicular axis and lying in the plane of the body. ഈ തിയറി പറയാൻ ഏറ്റവും സിമ്പിൾ വേ അതിൻ്റെ ഇക്വേഷൻ നോക്കി വായിക്കുകയാണ്. ആ ഫിഗറിൽ 3 ആക്സിസുകൾ നമുക്ക് കാണാം.
IX, IY and IZ. ആ സർഫസിന് അല്ലെങ്കിൽ പ്ലെയിൻ ലാമിനയ്ക്ക് ആ ഓബ്ജക്റ്റിൻ്റെ പ്ലെയിൻ സർഫസിന് പെർപെൻഡിക്കുലറായി നിൽക്കുന്ന ആക്സിസ് IZ ആണ്. IX ആൻഡ് IY ഈ രണ്ട് ആക്സിസുകളും ആ സർഫസിൽ അല്ലെങ്കിൽ ഓബ്ജക്റ്റിൻ്റെ പ്ലെയിനിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ ഇക്വേഷൻ നോക്കി വായിച്ചാൽ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ആയി മാറും. മൊമെന്റ് ഓഫ് ഇനേഷ്യ about an axis Z is equal to sum of moment of inertia about axis X and Y, or moment of inertia about an axis which is perpendicular to the surface or through Z axis is equal to moment of inertia of two perpendicular axes lying on the same plane. ആ ഇക്വേഷൻ ഒരിക്കൽ കൂടെ നോക്കി വായിച്ചാൽ, according to perpendicular axis theorem, moment of inertia about an axis Z is equal to the sum of moment of inertia about the axis X and Y, where X, Y, Z are as shown in figure. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് വേ ആണ് ആ ഇക്വേഷൻ നോക്കി വായിക്കാം. മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ആൻ ആക്സിസ് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ലാമിന ഇസ് ഈക്വൽ ടു ദ സം ഓഫ് മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ടു പെർപെൻഡിക്കുലർ ആക്സസ് which are lying on the same lamina or same surface. അടുത്ത ക്വാണ്ടിറ്റി theorem of parallel axis. Moment of inertia of a body about any axis is equal to the sum of moment of inertia of the body about a parallel axis passing through its center of mass and the product of its mass and square of distance between the two parallel axes. അതിൻ്റെ ഇക്വേഷൻ നോക്കുക. IZ dash equal to IZ plus MA square. ഈ ഇക്വേഷൻ നോക്കി വായിച്ചാൽ പാരലൽ ആക്സിസ് തിയറത്തിൻ്റെ ആൻസർ കിട്ടും. IZ dash എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് an axis which is parallel to the axis through center of mass. IZ dash എന്താണെന്ന് ചോദിച്ചാൽ it's a moment of inertia about an axis. What's the speciality of that axis? Which is parallel to the axis through center of mass. ഇപ്പം നമ്മൾ പറഞ്ഞത് IZ dash മാത്രമാണ്. സോ IZ ഡാഷിനെ സെൻറ്റൻസ് ആക്കുക. മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് an axis which is parallel to the axis through center of mass is equal to the sum of moment of inertia about an axis through center of mass and MA square, product of mass and square of distance between the axes. സോ ആ ഇക്വേഷൻ നോക്കി വായിക്കാൻ മാത്രം ചെയ്താൽ മതി, പാരലൽ ആക്സിസ് തിയറത്തിൻ്റെ ഇക്വേഷൻ കിട്ടും, അല്ലെങ്കിൽ ഡെഫിനിഷൻ കിട്ടും. മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് an axis which is parallel to the axis through center of mass is equal to sum of moment of inertia about an axis through center of mass means IZ and product of mass and square of distance between the axes. ഇപ്പോൾ പഠിച്ച രണ്ട് തിയറങ്ങളുടെ അപ്ലിക്കേഷനാണ് ഇനി വരുന്നത്. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ഡിസ്ക് about one of its diameters. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നമുക്കറിയാം. IZ equal to IX plus IY. ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈക്വൽ ടു സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സർഫസിലൂടെ പാസ് ചെയ്യണ രണ്ട് പെർപെൻഡിക്കുലർ ആക്സിസിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ സം IZ equal to IX plus IY. ഈ ഓബ്ജക്റ്റ് സിമ്മട്രിക്കൽ ആണ്. സോ IX ഉം IY ഉം സെയിം ആണ്.
IZ equal to 2IX. IZന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ഡിസ്ക് about an axis passing through the center of mass and perpendicular to the surface is mr square by 2. So mr square by 2 equal to 2IX. IX equal to mr square by 4. ഒരു സിമ്മട്രിക്കൽ ഓബ്ജക്റ്റിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എത്രയാണോ അതിൻ്റെ നേരെ പകുതി ആയിരിക്കും സർഫസിലൂടെ പാസ് ചെയ്യണ അല്ലെങ്കിൽ ഡയമീറ്ററിലൂടെ പാസ് ചെയ്യണ ആക്സിസിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. സോ IZന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ mr സ്ക്വയർ ബൈ 2 അതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ mr സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. The case moment of inertia of a ring about a tangent to the circle of the ring. Moment of inertia of a ring about a tangent to the circle of the ring. സ്ക്രീനിൽ നോക്കുക, ഒരു റിങ്ങിന് ടാൻജൻഷ്യൽ ആയിട്ട് പാസ് ചെയ്യണ ഒരു ആക്സിസ്. ആ ആക്സിസിന് ഒരു പ്രത്യേകത ഉണ്ട്, വിച്ച് ഈസ് പാരലൽ ടു ദി സർഫസ് ഓഫ് ദി റിങ്. ടാൻജൻഷ്യൽ എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ വരാം, അതേപോലെ പാരലൽ വരാം. സ്ക്രീനിൽ നോക്കിയാൽ മനസ്സിലാവും റിങ്ങിൻ്റെ പാരലായിട്ടാണ് ആക്സിസ് വന്നത്. ഇനി IZ ഡാഷ് ഈക്വൽ ടു IZ പ്ലസ് MA സ്ക്വയർ, പാരലൽ ആക്സിസ് തിയറത്തിൻ്റെ ഇക്വേഷൻ. റിങ്ങിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലറായി പാസ് ചെയ്യണ ആക്സിസ്, നിങ്ങളുടെ സ്ക്രീനിൽ പെർപെൻഡിക്കുലറായിട്ട് പാസ് ചെയ്യണ ഒരു ആക്സിസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ mr സ്ക്വയർ. അപ്പോൾ ടാൻജൻഷ്യൽ ഡയമെട്രിക്കലായിട്ട് പാസ് ചെയ്യണ ആക്സിസിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ പകുതി, മീൻസ് mr സ്ക്വയറിൻ്റെ പകുതി mr സ്ക്വയർ ബൈ 2 പ്ലസ് മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആക്സിസ് എന്ന് പറഞ്ഞാൽ mr സ്ക്വയർ. റിങ്ങിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആയിരുന്നെങ്കിൽ mr സ്ക്വയർ. സോ ഡയമെട്രിക്കൽ ആയിട്ടുള്ള ആക്സിസ് ആവുമ്പോൾ mr സ്ക്വയർ ബൈ 2 പ്ലസ് m ഇൻറ്റു r സ്ക്വയർ. സോ mr സ്ക്വയർ ബൈ 2 പ്ലസ് mr സ്ക്വയർ, വി വിൽ ഗെറ്റ് ദി ആൻസർ 3 ബൈ 2 mr സ്ക്വയർ. സ്ക്രീനിൽ നോക്കുക, റേഡിയസ് ഓഫ് ഗൈറേഷൻ, തിൻ സർക്കുലർ റിംഗ്, മൊമെന്റ് ഓഫ് ഇനേഷ്യ mr സ്ക്വയർ or I equal to mk square. So k square equal to r square or k equal to r. For a disk, I equal to mr square by 2. നമുക്കറിയാം I equal to mk square. ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യൂ. k square equal to r square by 2 or k equal to r by root 2. Circular disk and moment of inertia about an axis passing through the diameter. നമുക്കറിയാം mr square by 4. പെർപെൻഡിക്കുലർ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ mr square by 2 ആണെങ്കിൽ ഡയമെട്രിക്കൽ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ mr square by 4. Again I equal to mk square. അപ്പോൾ k സ്ക്വയർ എന്ന് പറഞ്ഞാൽ r സ്ക്വയർ ബൈ 4. സോ k ഈക്വൽ ടു r ബൈ 2. Radius of gyration is defined as the distance from the axis of rotation to a point where total mass of any body is supposed to be concentrated so that moment of inertia about the axis may remain same. ഒരു ഓബ്ജക്റ്റിൻ്റെ ടോട്ടൽ മാസ് ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയും ആ പോയിന്റിനെ ബേസ് ചെയ്ത് വരുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ ആ സിസ്റ്റത്തിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യക്ക് ഈക്വൽ ആവുകയും ചെയ്താൽ ആ ഡിസ്റ്റൻസിനെ വിളിക്കണ പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ, വിച്ച് ഈസ് ദി എഫക്റ്റീവ് ഡിസ്റ്റൻസ് ഓഫ് പാർട്ടിക്കിൾസ് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇത്രയുമാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.